നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഒരു 20% പൂർണ്ണമായി നടക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പലതും പറയുന്നത്. സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 20% വിൽ കംപ്ലീറ്റ്ലി കറക്റ്റ് ആവും. ബാക്കി ഒരു 20% രണ്ടാമത്തെ കൈ അതൊരു പാർഷ്യലി സംഭവിക്കും. അത്രയും കൂടെ നടന്നില്ല. നിങ്ങളൊരു 10,000 കിട്ടാൻ പ്രാർത്ഥിച്ചൊരു 3,500 4,000 ഒക്കെ കിട്ടി. മനസ്സിലായി? നിങ്ങളൊരു ചെയർമാൻ ആകാനായിട്ട് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഗവേണിംഗ് ബോഡിയിലേക്ക് കയറി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നടക്കും. ഇനി ബാക്കി ഒരു 20% ഉണ്ട്. മൂന്നാമത്തത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ചേമ്പലയിൽ വെള്ളം ഒഴിച്ചോണം, യാതൊരു മാറ്റവും ഇല്ല. നിങ്ങളുടെ പല പ്രാർത്ഥനകളും ആലോചിച്ച് നോക്കുക, നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ സാധനങ്ങളാണ്. മനസ്സിലായില്ല? ഇനി ബാക്കിയുള്ള 20%, നാലാമത്തെ വല്ല എടുത്ത് നോക്കുക, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അതിന് ഏതാണ്ട് പ്രതികൂലമായ രീതിയിലാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് 20% ഉണ്ട്, നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ 5 വിഭാഗത്തിൽപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലോകത്ത് ഏതൊരു വലിയ ഭക്തൻ്റെയും പ്രാർത്ഥനകൾ ഒന്ന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ. അത് നിങ്ങൾക്ക് ഏത് ദൈവം ഏതെന്നുള്ളൊരു വിഷയമല്ല. നിങ്ങൾക്ക് ശിവനോട് പ്രാർത്ഥിച്ചാൽ ഇതേ റിസൾട്ട് കിട്ടും, ജീസസിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും, ഡിങ്കനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും.